ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമ്മള് 94-ാമത്തെ പടവിലാണ് എത്തിയിരിക്കുന്നത്. തത്വജ്ഞാനോത്പത്തി. ഭഗവാനെ അറിയുക, അത് തന്നെയാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നമ്മുടെ ഈ മനുഷ്യജന്മത്തിന്റെ. പിന്നെ സ്വസ്വരൂപ ധ്യാനം. പ്രപഞ്ചവ്യാപിയാണ്, ഈ പ്രപഞ്ചം തന്നെ ഭഗവാനാണ് എന്നുള്ള ആ ഒരു അത്യുന്നതമായിട്ടുള്ള അറിവിലേക്ക് നമ്മളെ ഉയർത്തട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഈ ദശകം ഒന്ന് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 94, തത്വജ്ഞാനോത്പത്തി. ശുദ്ധാ നിഷ്കാമധർമ്മൈ പ്രവര ഗുരുഗിരാ തത്സ്വരൂപം പരം തേ ശുദ്ധം ദേഹേന്ദ്രിയാദി വ്യപഗതമഖില വ്യാപ്തമാവേദയന്തേ നാനാത്വ സ്തൗല്യകാർഷ്യാദിതു ഗുണജവബുസ്സംഗതോധ്യാസിതം തേ വന്നേർദാരു പ്രഭേദേ ശിവ മഹദണുതാ ദീപ്തദാ ശാന്തദാദി ആചാരാഖ്യാധരസ്താരണി സമനുമിളച്ഛിഷ്യരൂപോത്തരാരണ്യേവോരണ്യാവേതോ ഉദ്ഭാസിതേന സ്ഫുടതര പരിബോധാഗ്നിനാ ദഹ്യമാനേ കർമാളി വാസനാ തത്കൃതതനുഭുവന ഭ്രാന്തികാന്താരപൂരേ ദാഹ്യാഭാവേന വിദ്യാശിഖിനി ച വിരദേ ത്വന്മയീ ഖല്വവസ്ഥ ഏവം ത്വത്പ്രാപ്തിദോന്യോ നഹി ഖലു നിഖില ക്ലേശഹാനേരുപായോ നൈകാന്താത്യന്തികാസ്തേ കൃഷിവദ അഗത ഷഡ്ഗുണ്യ ഷഡ്കർമ്മയോഗ ദുർവൈകല്യൈരകല്യ അഭിനിഗമപഥാ തദ്ഫലാന്യാപ്യവാപ്ത മത്താസ്ത്വം വിസ്മരന്ത പ്രസജതി പതനേ അന്ത്യനന്ദാൻ വിഷാദാൻ തുല്ലോകാദ് അന്യലോകഃ ക്വനു ഭയരഹിതോ യത്പരാർത്ഥദ്വയാന്തേ ത്വദ്ഭീത സത്യലോകേപി ന സുഖവസതി പത്മഭൂപത്മനാഭ ഏവം ഭാവേ ത്വത് അധർമാർജിത ബഹുതമസാം കാ കഥാ നാരകാണം തന്മേ ത്വം ചിന്തി ബന്ധം വരദ കൃപണബന്ധോ കൃപാപൂര സിന്ധോ യാഥാർത്ഥ്യാത് ത്വന്മയസ്യൈവ ഹി മമ ന വിഭോ വസ്തുതോ ബന്ധമോക്ഷൗ മായാവിദ്യാതനുഭ്യാം തവതു വിരജിതൗ സ്വപ്നബോധോപമൗ തൗ ബദ്ധേ ജീവദ്വിമുക്തിം ഗതവതി ജഭിദാ താവതീ താവദേകോ ഭുങ്ക്തേ ദേഹദ്രുമസ്ഥോ വിഷയഫലരസാന്നാപരോ നിർവ്യഥാത്മാ ജീവന്മുക്തത്വമേവം വിധമിതി വജസാ കിം ഫലം ദൂരദൂരേ തന്നാമാ ശുദ്ധബുദ്ധേർലഘുമനസ ശോധനം ഭക്തിദോന്യത് തന്മേ വിഷ്ണോ കൃഷിഷ്ഠാസ്ത്വയി കൃത സകല പ്രാർപ്പണം ഭക്തിഭാരം യനസ്യമംശു കിഞ്ചിത് ഗുരുവചനമിളത്വത്പ്രബോധസ്ത്വദാത്മാ ശബ്ദബ്രഹ്മണ്യവീഹ പ്രയതിതമനസസ്ത്വം ന ജാനന്തി കേചിത് കഷ്ടം ബദ്ധ്യശ്രമാസ്തേ ചിരതരമിഹ ഗാം ബിഭ്രതേ നിഷ്പ്രസൂതിം യസ്യാം വിശ്വാഭിരാമാ സകലമലഹരാ ദിവ്യലീലാവതാരാ സച്ചിത് സാന്ദ്രം ച രൂപം തവന നിഗദിതം താം ന വാചം പ്രിയാസം യോ യാവാൻ യാദൃശോ വാ ത്വമിതി കിമപി നൈവ വക്ഷ്യാമി ഭൂമന്യേവം ച അന്യഭാവസ്ത്വദനുഭജനമേവാദ്രിയേ ചൈദ്യവൈരിൻ തുല്ലിംഗാനാം ത്വദംഗ്രി പ്രിയജന സദസാം ദർശന സ്പർശനാദിർ ഭൂയാന്മേ ത്വത്പ്രഭൂജാനദിനുതി ഗുണകർമാനുകീർത്യാദരോപി
യദ്യല്ലഭ്യേത തത്തത്തവ സമുപഹൃതം ദേവ ദാസോസ്മി ദേഹം ത്വദ്ഗേഹോന്മാർജനാദ്യം ഭവതു മമ മുഹു കർമ്മ നിർമായമേവ സൂര്യാഗ്നി ബ്രാഹ്മണാത്മാദിഷു ലസിത ചതുർബാഹുമാരാധയേ ത്വാം ത്വത്പ്രേമാർദ്രത്വരൂപോ മമ സതതമഭിഷ്യന്തതാം ഭക്തിയോഗ ഐക്യം തേ ദാന ഹോമ വ്രത നിയമ തപ സാഖ്യയോഗേർദുരാപം ത്വത്സംഗേനൈവ ഗോപ്യ കില സുഹൃദിതമാ പ്രാപുരാനന്ദസാന്ദ്രം ഭക്തേഷന്യേഷു ഭൂയസ്സുബി ബഹുമനുഷേ ഭക്തിമേവ ത്വമാസാം തന്മേ ത്വദ്ഭക്തിമേവ ദൃഢയ ഹരഗദാൻ കൃഷ്ണവാതാലയേശ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി ഗഹനമായ ഭാഷയിൽ, അല്ലെങ്കിൽ ഇപ്പോ ഭക്തന് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ഉദ്ധവർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഉദ്ധവര് മഹാജ്ഞാനിയാണ്. അപ്പോ ഏതൊരാൾക്കാണോ ഏത് വിധത്തിലാണോ പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെയാണല്ലോ. അപ്പോ എത്ര കാരുണ്യവാനാണ് ഭഗവാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ കാര്യങ്ങളും ആ സന്ദർഭത്തിനനുസരിച്ച് അതിന്റെ ഗാംഭീര്യം അതിനനുസരിച്ചാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ ആ അല്പബുദ്ധി കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള കഴിവ് കൊണ്ട് നമുക്ക് എത്രയാണ് അത് ഗ്രഹിക്കാൻ സാധിക്കുക, അത്ര ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി കൂടുതൽ കൂടുതൽ ജ്ഞാനം നമ്മളിൽ ഉദിക്കും എന്നുള്ളതാണ് ഭക്തന്മാരുടെ അനുഭവം. അപ്പൊ ഇവിടെ 25 ഗുരുക്കന്മാരെ സ്വീകരിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടു. അങ്ങനെ വിവേകം സിദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തത്വജ്ഞാനം ഉദിക്കുകയാണ് എന്നാണ് ഇനിയുള്ള കാര്യങ്ങളിൽ പറയുന്നത്. അപ്പം നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള നമ്മളുടെ മനുഷ്യജന്മം ലഭിച്ചു കഴിഞ്ഞാൽ ആ വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ ധർമ്മങ്ങള് എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫലേച്ഛ ഇല്ലാതെ ആ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണ മനസ്സോടുകൂടി ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ മനസ്സ് പരിശുദ്ധമാവാണ്. പിന്നീട് വേദാന്തങ്ങളിലും ഒക്കെ നിപുണന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെ നമുക്ക് ലഭിക്കുകയാണ് ആ ഭഗവത് അനുഗ്രഹത്തോടു കൂടി തന്നെ. അപ്പോ ഇയാൾക്ക് ജ്ഞാന സമ്പാദനത്തിന് ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ എല്ലാം അറിയുന്ന ഭഗവാൻ നമ്മളെ ആ ഒരു ഗുരുവിന്റെ അടുത്തേക്ക് നമ്മളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അതും ഒരു കാരുണ്യം തന്നെ. അപ്പോ എല്ലാ അജ്ഞാനങ്ങളെയും അകറ്റിക്കൊണ്ട്, അപ്പോ ഈ ദേഹം, ഇന്ദ്രിയ വിഷയങ്ങള്, അങ്ങനെയുള്ള ആ മായാബന്ധത്തിൽ നിന്നൊക്കെ വിട്ട് ഭഗവാന്റെ സ്വരൂപം എന്താണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഒരു ഗുരു നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിൽ ആ ഭക്തി രൂഢമൂലമാവുമ്പോഴാണ് നമ്മൾ ആ പന്ഥാവിൽ കൂടി, അത് ഒരു രാജപാതയാണ്, ആ രാജപാതയിൽ കൂടി സഞ്ചരിക്കാൻ നമ്മൾ പ്രാപ്തരാവുന്നത് നമ്മളിലെ ഭക്തി എന്ന ആ പ്രകാശം ഉള്ളിൽ തെളിയുന്നത് കൊണ്ടാണ്. അപ്പോ അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നു ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഭേദഭാവങ്ങള്, ആത്മാവിന് ഭേദഭാവങ്ങളൊന്നുമില്ല, ശരീരത്തിനാണ് ഭേദഭാവങ്ങളൊക്കെ ഉള്ളത് എന്നുള്ള അത് ഭേദഭാവമുണ്ട് എന്ന് തോന്നുന്നത് മായ കൊണ്ടാണ്. മായയാൽ ആരോപിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ ഭേദഭാവങ്ങളൊക്കെ തോന്നുന്നത്. സ്ഥൗല്യം, കാർഷ്യം എന്ന് പറഞ്ഞാൽ ഉയരക്കുറവ്, ഉയരം കൂടുതൽ, അങ്ങനെയുള്ള പല പല ഭേദഭാവങ്ങള് അത് മായാസംബന്ധിയായിട്ടുള്ള ആ ശരീരബന്ധം മൂലമാണ് അത് അങ്ങനെ അനുഭവപ്പെടുന്നത് എന്നാണ്. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് പറയാണ് വിറക്, പലതരത്തിലുള്ള വിറക്, ചെറിയ വിറക് അല്ലെങ്കിൽ ഉണങ്ങാത്ത വിറക്, ഉണങ്ങിയ വിറക്, ചെറിയ കഷ്ണങ്ങള്, വലിയ കഷ്ണങ്ങള്, അതിലൊക്കെ അഗ്നി ബാധിക്കുകയാണെങ്കിൽ ആ വിറകിന്റെ രൂപം അല്ലെങ്കിൽ അതിന്റെ
ആ വ്യത്യാസം അനുസരിച്ച് അഗ്നിയുടെ ശോഭയിൽ വ്യത്യാസം വരാം. കാരണം പെട്ടെന്ന് കത്തും, വളരെ തീക്ഷ്ണമായിട്ടുള്ള അഗ്നി ജ്വലിക്കും, അല്ലെങ്കിൽ ചിലപ്പോ പുകഞ്ഞു പുകഞ്ഞു കത്തും, അതല്ലെങ്കിൽ അങ്ങനെ പല വ്യത്യാസങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അത് ഒരു സാമാന്യ ഒരു ഉദാഹരണമായിട്ട് പറയാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആ വിറകിന്റെ ഇതാണ്. അപ്പൊ ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും വ്യത്യാസം പറഞ്ഞു തരാണ്. എല്ലാറ്റിലും അഗ്നി ഒന്ന് തന്നെയാണ്. അപ്പൊ അതുപോലെ പരമാത്മാവ് ഒന്ന് തന്നെയാണ്. ആ വ്യത്യാസം തോന്നുന്നത് ആ ശരീരബന്ധം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്ന് പറയാണ്. പിന്നീട് അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മനസ്സിൽ ഭക്തി രൂഢമൂലമാവുമ്പോ വീണ്ടും അറിവ് സമ്പാദിക്കണം എന്ന് വിചാരിക്കുമ്പോ ഒരു ആചാര്യന്റെ ഉപദേശം നമുക്ക് ലഭിക്കും എന്നാണ്. അപ്പൊ എന്തെങ്കിലും അജ്ഞാനങ്ങളൊക്കെ ഉള്ളിലുള്ളതിന്റെ കാര്യങ്ങളെല്ലാം തീർക്കാനായിട്ട് ആ ഗുരു നമ്മളെ സഹായിക്കുകയാണ്. അപ്പൊ ഗുരുവിനെ ശിഷ്യന് ഇവിടെ ഉപമ പറഞ്ഞിട്ടുള്ളത് അരണി കടയുന്ന പോലെ എന്നാണ്. ഒരു യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കും ഒക്കെ അഗ്നി ഉണ്ടാക്കുന്നത് അരണി കടഞ്ഞിട്ടാണ്. അപ്പൊ 2 കഷ്ണങ്ങളാണ്. അപ്പൊ അതിന്റെ അടിയിൽ ഒരെണ്ണം, മുകളിൽ ഒരെണ്ണം. അതിനെ കടഞ്ഞിട്ട് മഥനം കൊണ്ടാണ് ഈ അഗ്നി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ഗുരുവാകുന്ന താഴത്തെ അരണി, ശിഷ്യനാകുന്ന മുകളിലത്തെ അരണി. അപ്പൊ അവിടെ മഥനം സംഭവിക്കാം. മഥനം എന്ന് ഉദ്ദേശിക്കുന്നത് ഗുരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ശിഷ്യൻ അതില് സംശയമുണ്ടെങ്കിൽ സംശയം ചോദിക്കുന്നു. ആ സംശയം ചോദിക്കുമ്പോൾ ആ സംശയത്തെ നിവൃത്തി വരുത്തുന്നു. അങ്ങനെ ആ ശിഷ്യനിലുള്ള കഴിവിനെ പുറത്തെടുക്കുകയാണ് ശരിയായിട്ടുള്ള ഒരു ഗുരുനാഥൻ. അങ്ങനെയാണ് അവിടെ ജ്ഞാനമാകുന്ന അഗ്നി ജ്വലിക്കുന്നത്. അപ്പൊ ആ ഗുരുവിന്റെ ഉപദേശമാകുന്ന ദണ്ഡം കൊണ്ട് ഇങ്ങനെ മഥിക്കപ്പെടുമ്പോ ജ്ഞാന അഗ്നി വളരെ വ്യക്തമായിട്ട് പ്രകാശിക്കുന്നു എന്നാണ്. അപ്പൊ ആ സംശയ നിവാരണം. അപ്പൊ എപ്പോഴും നമ്മളുടെ ഗുരുനാഥന്മാരൊക്കെ സംശയം ചോദിക്കാൻ പറയും, ചോദ്യങ്ങൾ ചോദിക്കാൻ പറയും. എന്താണ്? അപ്പോഴാണ് ആ ചോദ്യങ്ങൾ പറയുന്നത് മുഴുക്കെ നല്ല കാര്യങ്ങളാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന് ചോദ്യഭാവത്തില് അല്ലെങ്കിൽ അത് സംശയ നിവാരണം നടത്തണം എന്നുള്ളതാണ്. അപ്പോഴാണ് അവിടെ ആ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം തന്നെ വളരെ ശക്തമാവുന്നത്. അങ്ങനെ ആ അഗ്നി ജ്വലിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉൾക്കണ്ണ് തുറക്കുക അല്ലെങ്കിൽ ജ്ഞാനം ഉദിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ പ്രപഞ്ച വിഷയങ്ങളിലുള്ള ആസക്തി കുറഞ്ഞു വരികയാണ്. അപ്പൊ പ്രപഞ്ച വിഷയങ്ങളെ ഒരു കാട് ആയിട്ടാണ് കണക്കാക്കണ എന്ന് വെച്ചാൽ ആ കാടിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ കത്തിച്ചാമ്പലാക്കാൻ. അപ്പൊ ശരീരവും പ്രപഞ്ചവും സത്യമാണ് എന്ന തോന്നല് അതിനെ ഒരു കാടിനോടാണ് ഉപമിച്ചിട്ടുള്ളത്. മനക്കാനനെ എന്ന് പറയും. ആ മനസ്സിലുള്ള ആ ചിന്തകളെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകളെ എല്ലാം നശിപ്പിക്കാൻ ഈ ജ്ഞാനോദയം അതിന് സഹായിക്കുന്നു. ജ്ഞാനമാകുന്ന അഗ്നി ആ കാട് എന്ന് പറയുമ്പോൾ ഒരു സംശയം ഉള്ള ഒരു അങ്ങനെ ഒരു ഉപമയായിട്ട് പറയാണ് കാടിനെ. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയാണ്, അത് തന്നെയാണ് സച്ചിദാനന്ദം, അത് തന്നെയാണ് മുക്താവസ്ഥ. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ മുക്താവസ്ഥയിൽ നമുക്ക് എത്താൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ ഭക്തി കൊണ്ട് ഒരു ആചാര്യന്റെ അനുഗ്രഹം, ആചാര്യന്റെ പരിചരണയില് അല്ലെങ്കിൽ ആചാര്യന്റെ ശിക്ഷണത്തില് ആ ജ്ഞാനം ഉദിക്കുന്നു. ആ ജ്ഞാനം ഉദിക്കുന്നതോടുകൂടി നമ്മളിലുള്ള എല്ലാ മനോമാലിന്യങ്ങളും, നമ്മളുടെ എല്ലാ വിധത്തിലുള്ള ആ പ്രപഞ്ച വിഷയങ്ങളിലുള്ള ആസക്തി ഇല്ലാതെയാവാണ്. അങ്ങനെ നമ്മള് ജീവൻ മുക്തരായി തീരുന്നു എന്നാണ്. വളരെ വളരെ ഗഹനമായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷെ നമുക്ക് ഉദാഹരണങ്ങളിൽ കൂടി നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പിന്നെ പറഞ്ഞിട്ടുള്ളത് അവിരക്തി വന്നവന് തത്വജ്ഞാനം കൊണ്ട് മുക്തി, അപ്പൊ സംസാര ദുഃഖ നിവൃത്തി, പരമാനന്ദ പ്രാപ്തി അത് സിദ്ധിക്കും എന്ന് ഒന്നുകൂടി അത് ഉറപ്പിച്ച് പറയാണ് ഇവിടെ പറയുന്നത്. വൈരാഗ്യം സിദ്ധിച്ചാൽ എന്ന് പറഞ്ഞാൽ ചില പ്രവൃത്തികളിൽ കൂടി നിവൃത്തി നേടുക എന്നാണ്. നിവൃത്തി ധർമ്മത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു. പിന്നെ പ്രവൃത്തി ധർമ്മത്തിന്റെ പരിമിതികളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് അതിൽ നിന്ന് തന്നെ നമ്മളൊരു വിരക്തി. പിങ്കളയുടെ കഥ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ നല്ല കാര്യങ്ങളോ ചീത്ത കാര്യങ്ങളോ അതിൽ നിന്ന് നമ്മൾ
കൂടുതൽ കൂടുതൽ ഉയരാണ്. അങ്ങനെ ആ വൈരാഗ്യം സിദ്ധിച്ചാൽ തത്വജ്ഞാനത്തിലൂടെ മനുഷ്യനെ, ഒരു ഭക്തനെ മുക്തനാവാൻ സാധിക്കും എന്ന് നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ഉറപ്പിച്ച് പറയാണ്. അങ്ങനെ പിന്നെ ഈ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. കർമ്മകാണ്ഡത്തില് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇപ്പോ അഗതങ്ങള്, ഷഡ്ഗുണങ്ങൾ, ഷഡ് കർമ്മങ്ങൾ, അഷ്ടാംഗ യോഗം, അതൊക്കെ അതിനെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നല്ലത് തന്നെയാണ്. ഇതിൽ നിന്നൊക്കെ ഭഗവത് പ്രാപ്തി അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള അറിവ് നമുക്ക് സിദ്ധിക്കും, ഉറപ്പാണ്. പക്ഷെ അതിനൊക്കെ ചിലപ്പോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിച്ചാലും ചിലതിലൊക്കെ ചില വൈകല്യങ്ങള് കടന്നുകൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതെല്ലാം സിദ്ധിച്ചാലും ചിലപ്പോഴൊക്കെ നമുക്ക് ഇതൊക്കെ ഞാനിപ്പോ എന്തൊക്കെയോ ആയി എന്നുള്ളൊരു തോന്നൽ വരുമ്പോ അവിടെ ഒരു അഹങ്കാരം, മത്ത എന്ന് പറഞ്ഞാൽ ഒരു വിപരീത ഫലമാണ് അവിടെ വരിക, അഹങ്കാരം വരുമ്പോ. അപ്പൊ അതും ബുദ്ധിമുട്ടാണ്. പിന്നെ അപ്പൊ അഗതങ്ങൾ എന്ന് പറഞ്ഞാൽ ചില രോഗ നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് രോഗനിവാരണം, അതുപോലെ അങ്ങനെ ചില ഇതുകളുണ്ട്. പണ്ട് കാലത്ത് പലതരത്തിലുള്ള രോഗനിവാരണങ്ങൾ ഇന്നും ഉണ്ട്. ഓൾട്ടർനേറ്റീവ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഇന്നും അത് നിലവിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള രോഗനിവാരണങ്ങളുണ്ട്. അതുപോലെ ഷഡ് ഗുണങ്ങള്, അത് രാജാക്കന്മാരെ സംബന്ധിച്ചാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദ്വൈധീഭാവം, ആശ്രയം. പിന്നെ ഷഡ് കർമ്മങ്ങള് അത് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളത് യജനം, യാചനം, അധ്യയനം, അധ്യാപനം, ദാനം, പ്രതിഗ്രഹം. അതാണ് ഷഡ് കർമ്മങ്ങള്. പിന്നെ യോഗത്തെ പറ്റി പറയുമ്പോൾ അഷ്ടാംഗ യോഗത്തെ പറ്റിയാണ് പറയുന്നത്. അത് നമ്മൾ മുൻപുള്ള ദശകങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അങ്ങനെ ഇതൊക്കെ അനുഷ്ഠിച്ച് നമ്മൾ അത്രയും കർമ്മങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ അതിൽ മനസ്സിനെ നല്ലപോലെ ഉറപ്പിച്ചു നിർത്തി നമുക്ക് ആ ഒരു സമാധി അവസ്ഥ അല്ലെങ്കിൽ ഒരു മുക്താവസ്ഥയിൽ എത്താൻ സാധിക്കും. പക്ഷെ ഇതിനൊക്കെ ചില ഡ്രോബാക്സ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അപ്പോ ചില കാലം, ദേശം, അതിന്റെയൊക്കെ പരിധികളിലാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് വരാവുന്ന ചില പോരായ്മകള് ഈ പറഞ്ഞ സംഗതികൾക്ക് എല്ലാറ്റിനും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പറയുന്നത് വൈദിക വിധികൾ ആചരിച്ച് ബ്രഹ്മപദം പ്രാപിച്ച് ചിലരൊക്കെ സുഖിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ സംഗതികളൊക്കെ കൃത്യമായി ആചരിച്ച് തന്നെ അവര് വളരെ നല്ലൊരു നിലയില് മാനസികമായിട്ടുള്ള ഒരു മുക്താവസ്ഥയിൽ അവരെത്തുന്നുണ്ട്. അങ്ങനെ വന്നാലും അത് ചിലപ്പോഴൊക്കെ ഒരു സ്ഥിരമല്ലാത്ത ഒരു അവസ്ഥയായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് പറയുന്നത് പിന്നെ ഭഗവാന്റെ ആ ഭാവത്തെയും ഭഗവാന്റെ ധാമത്തെയും പറ്റി പറയാണ്. ഭഗവാന്റെ ആ വൈകുണ്ഠ ലോകം അല്ലെങ്കിൽ ആ വൈകുണ്ഠനാഥന്റെ മാഹാത്മ്യമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പൊ അങ്ങയുടെ ലോകത്തിൽ മാത്രമേ ഉള്ളൂ നാശമില്ലാത്തത്, ഭയമില്ലാത്തത്. അത് ഭഗവാന്റെ ലോകത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഭഗവാന്റെ ആ വൈകുണ്ഠ ലോകം എന്നുള്ളത്, ഇപ്പൊ നമ്മളുടെ മനുഷ്യലോകം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്നുള്ളത് നശ്വരമാണ്, നശിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അതിലെ ഭ്രമിച്ച് ഇത് തന്നെയാണ് സത്യം എന്ന് വിചാരിച്ചിട്ടാണല്ലോ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും എനിക്ക് ഇത് ലഭിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോ അത് ലഭിക്കാതെ വന്നാൽ വിരോധം, ലഭിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അങ്ങനെ. പിന്നെ മരണഭയം എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭയം മരണഭയം തന്നെയാണ്. അപ്പൊ ഈ ഭയങ്ങളും അതുപോലെ നാശവും ഒന്നുമില്ലാത്ത ഒരു ലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ ലോകമാണ്. ബ്രഹ്മാവ് പോലും ഓരോ കൽപ്പങ്ങൾ കഴിയുമ്പോൾ പരാർദ്ധദ്വയം എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മാവിന്റെ ഒരു ആയുഷ്കാലം കഴിഞ്ഞാൽ ബ്രഹ്മാവ് ഭഗവാനിൽ ലയിക്കുകയാണ്. അപ്പൊ പിന്നെ സംസാരികളായിട്ടുള്ള, അറിഞ്ഞോ അറിയാതെയോ അധർമ്മമൊക്കെ ചെയ്ത് ആ ദുരിതം അനുഭവിച്ചിട്ടുള്ള, ദുരിതം സമ്പാദിക്കുന്ന നമ്മളുടെയൊക്കെ കാര്യം പറയാനില്ല. അപ്പോ ഭഗവത് കാരുണ്യം ഉണ്ടാകണേ എന്ന് തന്നെയാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. സകല ബന്ധങ്ങളും
ബന്ധങ്ങളെ പലപ്പോഴും ഒരു ബന്ധനമാവുകയാണ്. അതിൽ നിന്നെല്ലാം ആ ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്ത്, ബന്ധങ്ങൾ എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ബന്ധങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ബന്ധം വെക്കാതെ മറ്റ് ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ബന്ധനസ്ഥരാകുമ്പോൾ നമുക്ക് ആ ഭഗവാന്റെ ആ പദഭജനത്തിനുള്ള സമയമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു മനസ്സോ ഉണ്ടാവാതെ വരികയാണ്. അപ്പോഴാണ് ഇത് ബന്ധനമായിട്ട് വരുന്നത്. നമ്മളുടെ കാര്യങ്ങള്, നമ്മുടെ ഒരു ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ട എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മള് കൃത്യമായി മനസ്സർപ്പിച്ച് ഭഗവാനെ ആശ്രയിച്ചാൽ അതിനുള്ള ഉറപ്പ് കിട്ടും, അല്ലെങ്കിൽ ഭഗവാൻ രക്ഷിക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ്, കുറച്ച് പറയാണ്. അപ്പൊ നമ്മളോട്, ഭക്തന്മാരോടുള്ള ഒരു നമുക്ക് തരുന്ന ഒരു അഷുറൻസ് ആണ്, നിങ്ങൾ ഇത് ചെയ്തോളൂ എന്ന്. അങ്ങനെ പിന്നെ പറയുന്നത് പിന്നീട് വീണ്ടും ആ ആത്മാവും പരമാത്മാവും ഭിന്നമല്ല എന്നുള്ള ആ സത്യം വീണ്ടും പറയാണ്. അപ്പൊ ആത്മാവിനെ കർമ്മബന്ധങ്ങളൊന്നും ബാധിക്കുന്നില്ല. ആ ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും ആ സ്വരൂപത്തെ പറ്റി പറയാണ്. അപ്പോ വിചാരിക്കുകയാണ്, അപ്പൊ ഈ അഗ്നിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, അല്ലെങ്കിൽ ആകാശത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഒന്നിനോടും ആത്മാവിന് സംഗമോ ലേപമോ ഉണ്ടാകുന്നില്ല. തത്വജ്ഞാനം സംഭവിച്ച് ആ അവസ്ഥയെ പറ്റിയിട്ട് പറയാണ്. അത് ഒരു സ്വപ്നാവസ്ഥ പോലെയാണ്. ഇപ്പൊ സ്വപ്നത്തിൽ നമ്മൾ പലതും കാണുന്നു, അനുഭവിക്കുന്നു. പക്ഷെ ആ സ്വപ്നം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ അത് സത്യമല്ല എന്നുള്ള ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അങ്ങനെ ഈ സംസാര ദുഃഖത്തിൽ വലയുന്ന ആൾക്കാര് അതിൽ നിന്നൊക്കെ വേർപെട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. അപ്പൊ ഇവിടെ വേദാന്തത്തിലെ ഒരു കാര്യമാണ് പറയുന്നത്. ഒരു മരത്തില് 2 പക്ഷികള്. അപ്പൊ ഈ ഒരു പക്ഷി ആ ഫലങ്ങളൊക്കെ ഭക്ഷിച്ച് വളരെ സന്തോഷമായിട്ടിരിക്കുന്നു, വേറെ ഒന്നിനെ പറ്റിയിട്ടും ആലോചിക്കുന്നില്ല. പക്ഷെ ഒരു ജീവൻ മുക്തനായിട്ടുള്ള ഒരു ആത്മാവ്, അല്ലെങ്കിൽ ആ ഭക്തൻ എങ്ങനെയാണ്? വിരക്തനാണ്. അതുകൊണ്ട് തന്നെ ദുഃഖം അനുഭവിക്കുന്നില്ല, ആ ഫലങ്ങളെ പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. അതൊക്കെ ഒരു നിരീക്ഷകനായിട്ട് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ താനൊരു ബന്ധനത്തിലാണ് എന്ന് തോന്നുന്നത് അവിദ്യ കൊണ്ടാണ്, അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ടാണ്. ആ അജ്ഞാനം മാറുമ്പോൾ ആത്മാവ് ഒരു മുക്താവസ്ഥയെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ജീവൻ മുക്ത അവസ്ഥ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് എന്താണ്? ചിത്തശുദ്ധി. അതിന് അന്ധകരണം ശുദ്ധി ഇല്ലാത്തിടത്തോളം കാലം ഒരു ജീവൻ മുക്ത അവസ്ഥ കൈവരില്ല എന്നാണ്. നമ്മുടെ ഉള്ളില് പലതരത്തിലുള്ള മനോമാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു മനോദർപ്പണമായിട്ട്, ഒരു കണ്ണാടിയായിട്ട് വിചാരിക്കുകയാണെങ്കിൽ ആ കണ്ണാടിയിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതില് കൃത്യമായിട്ടുള്ള പ്രതിബിംബം നമുക്ക് ലഭിക്കില്ല. അതുപോലെ തന്നെ ജീവൻ മുക്ത അവസ്ഥ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് അന്ധകരണ ശുദ്ധിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള സത്കർമ്മങ്ങൾ ചെയ്ത് കാലക്രമേണ മാത്രമേ അത് സംഭവിക്കുള്ളൂ. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഞാനിത് ചെയ്യുന്നു എന്നുള്ള ഒരു അഹങ്കാരം, അതും ഒരു മാലിന്യമായിട്ട് വരും. അപ്പോ ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിലും ആ ചെയ്യുമ്പോ നമ്മള് ഇത് ഞാൻ ചെയ്യുന്നു, എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള ഒരു അഹങ്കാരം അതും കൂടി വരാൻ പാടില്ല എന്നാണ്. അങ്ങനെ അപ്പോ ഭക്തി പോലെ എളുപ്പമുള്ള ഒരു മുക്തി ലഭിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം ഭക്തിയാണ് എന്നുള്ള ആ ഒരു സത്യത്തെ ഉറപ്പിച്ച് പറയാണ്. അപ്പോ നമ്മളോട് പറയാണ്, ഭക്തി സമ്പാദിച്ചോളൂ, അല്ലെങ്കിൽ ഭക്തിപൂർവം കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് നമ്മളെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ചിലപ്പോഴൊക്കെ പല ആളുകളുണ്ട്, നല്ല അറിവുണ്ടായിരിക്കും, ശാസ്ത്ര കാര്യങ്ങളിലും മറ്റ് ഗഹനമായ വിഷയങ്ങളിലൊക്കെ വളരെ ജ്ഞാനം ആർജിച്ചിട്ടുണ്ടാവും, അവർ പഠിച്ച് വളരെയധികം. അപ്പൊ ഇവിടെ വേദത്തെ തിരിച്ചും മറിച്ചും ചൊല്ലാൻ കഴിവുണ്ട് എന്നാണ്. അപ്പൊ നമ്മള് ആ വിപ്രപത്നി അനുഗ്രഹത്തിൽ കണ്ടു, അവിടുത്തെ ആ ബ്രാഹ്മണ സ്ത്രീകളുടെ, ഭക്തകളായിട്ടുള്ള ബ്രാഹ്മണ സ്ത്രീകളുടെ ഭർത്താക്കന്മാര് അവര് യാഗത്തിലും യജ്ഞങ്ങൾ ചെയ്യുന്നതിലും അതുപോലെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം താല്പര്യമുള്ളവരാണ്. അതിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ.
അപ്പൊ അവിടെ ആ ഭക്തിഭാവം എന്നുള്ള ആ ഒരു ആർദ്രമായിട്ടുള്ള ഒരു വികാരം അവരിൽ ഉണ്ടാവാതെ വരികയാണ്. കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങളില് വളരെ മനസ്സർപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോഴൊക്കെ അത് ഒരു ഒരു കഷ്ടം, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ അറിവുണ്ടായിട്ടും ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്. അപ്പൊ ഒരു വളരെ അറിവുള്ള ഒരാള് ഒരു ചില സന്ദർഭങ്ങളില് വളരെ വിപരീതമായിട്ട് പെരുമാറുക, ഒരു സാധാരണ മനുഷ്യൻ ചെയ്യാത്ത പോലെ എന്ന് പറഞ്ഞാൽ ഒരു മരണം സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുമ്പോൾ അതിനെ പെട്ടെന്ന് ഒഴിവാക്കിയിട്ട് അവിടെ ഇപ്പൊ ഞാൻ അവിടെ ചെന്നുപെട്ടാൽ അബദ്ധാവും എന്ന് വിചാരിച്ച് വേറെ കാര്യങ്ങളിലേക്ക് തിരിയുന്നത് ഭഗവത് ഇതുപോലെയുള്ള ജ്ഞാനസമ്പാദനത്തിലുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ അവിടെ നമ്മള് ജ്ഞാനത്തിനല്ല പ്രാധാന്യം കൊടുക്കുക, അവിടുത്തെ ആ കരുണാർദ്രമായിട്ടുള്ള പെരുമാറ്റത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. അപ്പൊ എന്താ പറയാ, കഷ്ടം, ഇങ്ങനെ വിവരം ഉണ്ടായിട്ട് എന്താ കാര്യം, ഇങ്ങനെയല്ലേ ചെയ്യുന്നത് എന്ന് നമ്മള് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ നമുക്ക് തന്നെ കാണാൻ സാധിക്കും. പിന്നീട് പറയുന്നത് ഭഗവാനെ സ്തുതിക്കാനും ഭഗവാനെ പൂജ നമസ്കാരം സ്തുതി അങ്ങനെയുള്ള കാര്യങ്ങളില് എനിക്ക് ശ്രദ്ധ ഉണ്ടാവണേ, നാമസങ്കീർത്തനാദികളിലൂടെ ആ ഭഗവത് ഭക്തി കൈവരിക്കാൻ കഴിയണേ എന്നൊക്കെ ആണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു നമുക്കറിയുന്ന ഒരു ഗുരുനാഥനാണ്, വളരെ അറിവൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പ് ഒരു തീർത്ഥയാത്രയ്ക്ക് പോവാണ്. തീർത്ഥയാത്രയ്ക്ക് പോയി കഴിഞ്ഞിട്ട് വളരെ മനോഹരമായിട്ടുള്ള യാത്ര. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നമുക്ക് ഈ മരണം എന്നുള്ളത് എന്താ പറയാ, എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ എന്നൊന്നും നമുക്ക് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ വളരെ ആരോഗ്യമുള്ള ഒരാള്, പ്രായമുണ്ട് പക്ഷെ ആരോഗ്യമുള്ള ഒരാള് അവിടെ വെച്ച് മരണം സംഭവിക്കുകയാണ്. ആ തീർത്ഥസ്ഥാനത്ത് വെച്ച് മരണം സംഭവിക്കുകയാണ്. അപ്പൊ അവരുടെ കുറച്ച് ദിവസത്തെ ഒരു പരിപാടിയാണ്, 5 10 ദിവസമൊക്കെ കാണുമല്ലോ, കുറച്ച് കൂടുതൽ സ്ഥലങ്ങളെ സന്ദർശിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അവിടെ വെച്ച് മരണം സംഭവിച്ചപ്പോ എന്താ ചെയ്യേണ്ടത്? ആ സാധാരണഗതിയില് ഒരു മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന വെച്ചിട്ട് എന്ത് ചെയ്യണം നമ്മള്? ആ മരിച്ച ശരീരത്തോട്, പിന്നെ ആ മരിച്ച ആളുടെ ബന്ധുക്കളോട് നമ്മള് അപ്പൊ അവരുടെ കൂടെ വേണം നമ്മള്. അപ്പൊ നമ്മുടെ യാത്രയെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കാൻ പാടില്ല. അപ്പൊ ആ മരിച്ച ആ ശവശരീരത്തെ എത്രമാത്രം ബഹുമാനത്തോടുകൂടി യഥാർത്ഥ സ്ഥാനത്ത് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ അടുത്തോ എത്തിക്കാനുള്ള ഒരു കാര്യം നമ്മള് കൃത്യമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ അവരുടെ ആളുകളെ അറിയിച്ച് അവർ വരുന്നത് വരെ അതെങ്ങനെ സുരക്ഷിതമായിട്ട് നമ്മൾക്ക് അത് വെക്കണം, അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അതൊരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതിപ്പോ ഒരു ഗുരുനാഥനാവണം എന്നൊന്നും നിർബന്ധമില്ല, ഒരു സാധാരണ മനുഷ്യന് പോലും അത് തന്നെയാണ് നമ്മൾ വിചാരിക്കുക. അപ്പൊ അടുത്ത കാലത്ത് അത് അങ്ങനെ ഒരു വലിയൊരു സംഭവം ഉണ്ടായി. കാരണം ഒരു ഭാഷ പോലും അറിയാത്ത കുറച്ച് സ്ത്രീകളെ കൂട്ടിയിട്ട് ഈ ശവശരീരത്തെ അവരുടെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നാണ്, ഒരു ആംബുലൻസ്, സാധാരണ ഒരു ആംബുലൻസിൽ. അപ്പോ അത് കേട്ടിട്ട് നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം വിഷമം തോന്നി. കാരണം അപ്പൊ പിന്നെ നമ്മള് ഈ ഇത്ര കാലം നാരായണീയം പഠിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താ ഉപകാരമുണ്ടായത്? ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് നിങ്ങള് ഏത് വിധത്തിലായി തീർന്നു? ആ ഒരു നിമിഷത്തെ ആലോചന ഇല്ലായ്മ. എന്നിട്ട് പിന്നെ തെറ്റിപ്പോയി അല്ലെങ്കിൽ മാപ്പ് പറയുക, പിന്നെ സോറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. അപ്പൊ അതുപോലെ ഇവിടെ കഷ്ടം എന്നാ പറഞ്ഞത്, അങ്ങനെയുള്ളവരുടെ കാര്യത്തില് നമുക്ക് കഷ്ടം തോന്നുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ അറിവൊന്നും അവിടെ, അതിനല്ല അവിടെ പ്രാധാന്യം. നിങ്ങൾ എങ്ങനെ ഒരു ക്രൈസിസിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കരുണ അർഹിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഭഗവാന്റെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടാവുക. അല്ലാതെ നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളല്ല അവിടെ വാല്യുബിൾ ആയിരിക്കാം. അങ്ങനെ പിന്നീട് ഭഗവാനോട് അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഭഗവാനെ,
എന്നെ തികഞ്ഞ ഭക്തനാക്കണേ, ഭഗവത് ഭക്തി കൈവരിക്കാൻ കഴിയണേ എന്ന് തന്നെയാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് 93-ാമത്തെ ദിവസം 94-ാമത്തെ ദിവസവും ഭഗവാന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇത് തന്നെയാണ്. പിന്നെ പറയാണ്, അപ്പൊ വളരെ എത്രയും താഴ്മയോടുകൂടിയാണ്, ജ്ഞാനിയാണ്, വളരെ എല്ലാവിധ അറിവുകളും ഉള്ള ആളാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഭഗവാനെ അങ്ങയുടെ വാസസ്ഥാനമായിട്ടുള്ള, അതായത് ഇപ്പൊ ക്ഷേത്രങ്ങള് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവിടെയൊക്കെ വൃത്തിയാക്കുക, അടിച്ചു തെളിക്കുക, ശുദ്ധിയാക്കുക, അങ്ങനെയുള്ള ഒരു ദാസ്യവൃത്തി ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. അപ്പോ അതൊന്നും ഒരു മടി കൂടാതെ ചെയ്യാനുള്ള ഒരു ശക്തി എനിക്ക് ഉണ്ടാവണേന്നാണ്. അപ്പൊ ചിലര് വിചാരിക്കുമ്പോ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല, ഞാൻ എത്രയോ വലിയ ആളാണ്, എനിക്ക് എത്രയോ വലിയ, ഞാൻ വളരെ ധനവാനാണ്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇത്രയധികം ജോലിക്കാരുള്ള ആളാണ്, അപ്പൊ ഞാൻ ഇതൊന്നും ചെയ്യാൻ പാടില്ല, എൻ്റെ ഇതിന് കുറവാണ് ഇതൊക്കെ എന്ന് തോന്നുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് കൂടി വേണ്ടി പറയാണ്, എന്ത് കർമ്മവും എന്ത് കാര്യവും ചെയ്യാനും ഒരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഭഗവത് സേവയായിട്ട് ചെയ്യുമ്പോ അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്. പിന്നെ പറയാണ്, ഭഗവാനെ ആ ചതുർബാഹു രൂപത്തിലുള്ള അങ്ങയെ ഞാൻ പൂജിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. ആ ഭഗവാനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് എൻ്റെ മനസ്സിലേക്ക് ഭക്തി ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകണം. അപ്പോ ആ ആനന്ദലബ്ധിയിൽ കവിഞ്ഞ് എനിക്കൊന്നും വേണ്ട, അത് തന്നെയാണ് മുക്തി. അപ്പൊ ഒരു ഭക്തനെ സംബന്ധിച്ച് മോക്ഷം എന്ന് പറയുന്നതിനേക്കാളും ആ ഭക്തിയുടെ മൂർധന്യാവസ്ഥ അല്ലെങ്കിൽ ഒരു മുക്താവസ്ഥ, അതാണ് ഭക്തൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എപ്പോഴും ഭക്തിക്ക് തന്നെ പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അവസാനത്തെ ശ്ലോകത്തിലും ഭഗവാൻ മേൽപ്പത്തൂര് അത് തന്നെയാണ് പറഞ്ഞത്, ഭഗവാനില് ഉറച്ച ഭക്തി തരണേ എന്ന് ഗുരുവായൂരപ്പന്റെ മുന്നിലിരുന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. ഭക്തിപൂർവമാണ് ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഞാനിത് രചിച്ചു, ഞാൻ ഇത്ര 94-ാമത്തെ ദശകം വരെ ഞാൻ അങ്ങയെ പാടി കേൾപ്പിച്ചു എന്നുള്ള ഒരു അഹങ്കാരം പോലും വരരുതേ എന്നും കൂടി ആ ഭക്തനായിട്ടുള്ള, ഭക്തിയുടെ ആരാധകനായിട്ടുള്ള ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്, വ്യാസന്റെ അവതാരമായിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എത്ര താഴ്മയോടെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പറയാണ്, മോക്ഷത്തിന്റെ ഉപായങ്ങളായിട്ടുള്ള ദാനം, വ്രതം, ഹോമം, തപസ്, സാഖ്യയോഗം, അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളിലൂടെയൊക്കെ സായുജ്യം ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ധാരാളം കർമ്മം അതിന്റെ പുറകിലുണ്ട്. അപ്പോ ഈ കർമ്മങ്ങളൊന്നും, എല്ലാ കർമ്മങ്ങളും ഇപ്പൊ നമ്മളിപ്പോ ദാനം ചെയ്യുക, അതുപോലെ വ്രതം അനുഷ്ഠിക്കുക, ഹോമം ചെയ്യുക, തപസ് ചെയ്യുക, അതുപോലെ സാഖ്യയോഗം അതിനെപ്പറ്റി പഠിക്കുക, ഇതൊക്കെ വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും അല്ല. അപ്പൊ ഇവിടെ ഇതൊന്നും ചെയ്യാത്ത കുറെ ഭക്തരുണ്ട്. അവരെയാണ് ഭക്തിയുടെ മൂർത്തിഭാവങ്ങളായിട്ട് അല്ലെങ്കിൽ ഭക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയുന്നത് ഗോപസ്ത്രീകളെയാണ്. ഉദ്ധവര് പറഞ്ഞല്ലോ, അവരുടെ പാദരേണുക്കളെയാണ് നമിക്കേണ്ടത്, അവരുടെ പാദങ്ങളെയാണ് നമിക്കേണ്ടത്. കാരണം അവരുടെ ഉള്ളിലെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. എല്ലാം ഭഗവന്മയമാണ്. ഉദ്ധവര് അവിടെ അമ്പാടിയിൽ ചെന്നപ്പോ അമ്പാടി മുഴുവൻ ഭഗവന്മയമായിട്ടാണ് ഉദ്ധവർക്ക് അനുഭവപ്പെട്ടത്. അവിടെ പിന്നെ ഗോപസ്ത്രീകൾ വേറെ, ഭഗവാൻ വേറെ, അങ്ങനെയൊന്നുമില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയാണ് അവർക്ക്. അപ്പൊ അതുകൊണ്ട് ആ ഗോപസ്ത്രീകളുടെ ഭക്തിയെ അല്ലെങ്കിൽ ഗോപസ്ത്രീകളെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത്, അവരുടെ ഭക്തിയെ. അപ്പൊ അവര് ഭഗവാനിൽ അവരുടെ ആത്മാവിനെ സമർപ്പിച്ചവരാണ്. അപ്പൊ ആത്മസമർപ്പണത്തെക്കാൾ വലിയ ഒരു സമർപ്പണം ഇല്ല, അതിൽ കവിഞ്ഞൊരു ഭക്തി ഇല്ല. അതുകൊണ്ട് തന്നെ എന്റെ ഭക്തിയെ ദൃഢപ്പെടുത്തി തരണേ, ഭക്തിമേവ ദൃഢയ എന്നാ പറഞ്ഞത്. ആ ഭക്തിയെ ദൃഢപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയാണ് ഭഗവാനോട്. അത് മാത്രമാണ് നമുക്കും പ്രാർത്ഥിക്കാനുള്ളത്. അപ്പൊ അതിന്റെ കൂടെ ഭക്തി തരുമാറാകണേ, അങ്ങനെ ആ ഭക്തിക്ക് തടസ്സമായി നിൽക്കുന്ന രോഗങ്ങളെയും നീക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാണ്. ഈ പ്രാർത്ഥന തന്നെ ആവട്ടെ നമ്മുടെ ജീവിതത്തിലും നമ്മളും നമുക്ക് ഭഗവാന് സമർപ്പിക്കേണ്ടത്. തികഞ്ഞ ആത്മസമർപ്പണം. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ വാക്ക് പറയുമ്പോഴും നമ്മള് അത് ആത്മാവിൽ നിന്നായിരിക്കണം, നമ്മുടെ മുഴുവൻ സമർപ്പണത്തോടു കൂടി ആയിരിക്കണം
ഓരോ നാമങ്ങൾ ജപിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും എന്ത് ചെയ്യുമ്പോഴും അതിൽ മുഴുവൻ മനസ്സർപ്പിച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ അത് തന്നെയാണ് ധ്യാനം, അത് തന്നെയാണ് ഭഗവാനിലേക്കുള്ള വഴി, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്താൻ ആ സായുജ്യ മുക്തിക്കുള്ള വഴിയാണ് ഇതെല്ലാം. അങ്ങനെ ഭഗവാനെ ഞങ്ങളിൽ ഭക്തി രൂഢമൂലമാക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ 94ാമത്തെ ദശകം ഭക്തി ആദരപൂർവം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഹരി ഓം.